പ്രിയ ഷാജി കൈലാസ് സാർ. എൻ്റെ അച്ഛനൊരു അമച്ചർ നടനാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ അഭിനയിച്ചുകൊണ്ട് അഭിനയവും കണ്ടുള്ള ഒരു ആഗ്രഹം സിനിമയിലോ ഈ ആഗ്രഹം. ഞാനിപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊരു 14 പടത്തിനോ എല്ലാം ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ റോളുകൾ, ഡയലോഗൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ വേറൊരു സാർ എനിക്ക് ഡയലോഗോടുകൂടി സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആയിട്ടില്ല. സാർ എനിക്കൊരു അവസരം തരണമെങ്കിൽ ഞാൻ അധികം സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത കുടുംബത്തിലാണ്. അപ്പോൾ സാറത് എന്നെ ഈ സിനിമയിൽ, സാറിന് ഇപ്പോൾ പറഞ്ഞ സിനിമയിൽ എന്നെ അഭിനയിക്കുകയാണെങ്കിൽ വളരെ ഒരു ഉപകാരമായിരിക്കും. സാറിനോടുള്ള കടപ്പാട് എന്നും എനിക്ക് ഉണ്ടായിരിക്കും. ഇത്രയേ ഉള്ളൂ. എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ അധിക പൈസ പണം തന്ന് അഭിനയിക്കാനുള്ള സ്ഥിതിയൊന്നും എനിക്കില്ല. സാറ് എന്തെങ്കിലും ഒരു സഹായത്തോടു കൂടി എന്നെ അഭിനയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയ ഷാജി കൈലാസ് സാറിന് നന്ദി, വിളിച്ചതിന് എല്ലാത്തിനും. അസിസ്റ്റന്റ് ഡയറക്ടർക്കും നന്ദി. ചേട്ടാ, ഒരു ലോട്ടറി എടുക്കേട്ടാ, എന്തായാലും ഒന്ന് പ്രൈസ് ഉണ്ടാവും. ഈ ഓൺലൈൻ തട്ടിപ്പ് പോയി എല്ലാം പൈസ ഒക്കെ പോയി. സാറേ, ഞാൻ ഇത്തിരിയൊക്കെ അടിച്ചുള്ള സാറേ, അതിനാണ് എന്നെ പോലീസ് സ്റ്റേഷനെ കൊണ്ടുവന്നാക്കണേ. എനിക്ക് വയ്യ സാറേ. ചേട്ടാ, ഒരു പെഗ് വാങ്ങിച്ച ചേട്ടാ 10 വയസ്സില്ല കയ്യില്. വിശന്ന് വെക്കുകയാണ്. ഭക്ഷണം തന്നല്ല സാറ്. സന്തോഷമായി സാറേ. മമ്മൂട്ടിയേക്കാൾ സുന്ദരൻ. ശ്രീജി, ഇവനാണ് മമ്മൂട്ടിയേക്കാൾ സുന്ദരൻ. മമ്മൂട്ടിയേക്കാൾ സുന്ദരൻ ഞാനല്ലടോ. മമ്മൂട്ടിയേക്കാൾ സുന്ദരൻ കാണണമെങ്കിൽ കുട്ടന്തിരുത്ത് ക്രിയേഷൻസിൽ കയറി നോക്കണം. കുട്ടന്തിരുത്ത് ക്രിയേഷൻസിൽ ഗ്ലാസ്സില് നീയാണോ മമ്മൂട്ടിയേക്കാൾ സുന്ദരൻ? ഞാനല്ലടോ മമ്മൂട്ടിയേക്കാൾ സുന്ദരൻ. മമ്മൂട്ടിയേക്കാൾ സുന്ദരനെ കാണണമെങ്കിൽ കുട്ടന്തിരുത്ത് ക്രിയേഷൻസിൽ പോയി കയറണം. കുട്ടന്തിരുത്ത് ക്രിയേഷൻസ്. എന്നാ നമുക്ക് കുട്ടന്തിരുത്ത് ക്രിയേഷൻസ് കണ്ടിട്ട് തന്നെ കാര്യം. 2 അടിച്ചിട്ട് അതിൽ കയറി നോക്കാം.